നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇനി വേൾഡ് കപ്പാണ്. ബ്രസീൽ ടീമിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഓൾമോസ്റ്റ് പൂർത്തിയായി എന്ന് പറഞ്ഞാൽ 2 സന്നാഹ മത്സരങ്ങളും കഴിഞ്ഞു. ഇനി കുറച്ച് ദിവസത്തെ ട്രെയിനിങ്, കളിക്കാനിറങ്ങുന്നു. 13-ാം തീയതി ജൂൺ 13 മൊറോക്കോക്കെതിരെ കളിക്കാനിറങ്ങുന്നു ബ്രസീൽ. 6ാം ലോക കിരീടമാണ് ലക്ഷ്യം. അതിനുള്ള ടീമായോ, അതിനുള്ള ഒരുക്കങ്ങളായോ, അതിനുവേണ്ടി ടീമിനെ പരുവപ്പെടുത്തിയോ കാർലോ ആഞ്ചലോട്ടി? ബ്രസീലിയൻ ആരാധകരുടെ മനസ്സിലെ സുപ്രധാനമായ ചോദ്യമാണ്. കഴിഞ്ഞ വർഷം ജൂൺ മാസത്തിൽ ബ്രസീൽ ടീമിൻ്റെ കോച്ചായിട്ട് ആഞ്ചലോട്ടി വരുമ്പോൾ ബ്രസീലിൻ്റെ അവസ്ഥ എല്ലാവർക്കും അറിയായിരുന്നല്ലോ. 2022 വേൾഡ് കപ്പ് പുറത്തായതിനു ശേഷം കോച്ച് ടിറ്റെ പരിശീലക സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങിയ ശേഷം ഒട്ടും കാര്യങ്ങൾ സ്മൂത്തായിരുന്നില്ല. തോൽവിയും സാവധിലകളും കോച്ചുമാരോന്നിന് പുറകെ ഒന്നായി മാറ്റലും ഒക്കെയും കൊണ്ട് ബ്രസീൽ ടീം ആകെ വലഞ്ഞു പോയതാണ്. അവിടെ നിന്നാണ് കാർലോ ആഞ്ചലോട്ടി ടീമിനെ ഏറ്റെടുക്കുന്നത്. ആദ്യ ലക്ഷ്യം വേൾഡ് കപ്പിന് യോഗ്യത ഉറപ്പാക്കുക. അത് ഉറപ്പാക്കി. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് കൃത്യമായ പ്ലാനിങ് ആയിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും കാര്യങ്ങൾ. ബ്രസീൽ പിന്നീട് ഇപ്പോൾ സൗത്ത് അമേരിക്കൻ മേഖല വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ കഴിഞ്ഞ് 2024 സെപ്റ്റംബറിലാണ്. അതിനുശേഷം പിന്നീടുള്ള ബ്രസീലിൻ്റെ മത്സരങ്ങൾ, ഫ്രണ്ട്ലി മത്സരങ്ങൾ ഓരോന്നും നോക്കുക. ആഫ്രിക്കൻ ടീമുകളോട് 2 കളികൾ കളിച്ചു. അതങ്ങ് യൂറോപ്പ് പോയിട്ട്. അതേസമയം ഏഷ്യയിൽ വന്നിട്ട് 2 കളികൾ കളിച്ചത് ജപ്പാനോടും സൗത്ത് കൊറിയയോടും, ഏഷ്യൻ വമ്പന്മാരോട്. മാർച്ച് മാസത്തിൽ ബ്രസീൽ പോയത് USA വേൾഡ് കപ്പ് നടക്കുന്ന വേദികളിൽ പോയിട്ട് വമ്പന്മാരോട് ഏറ്റുമുട്ടി. യൂറോപ്യൻ വമ്പന്മാരെ നോർത്ത് അമേരിക്കയിലേക്ക് വിളിച്ചു വരുത്തി അവിടെ വെച്ച് ഏറ്റുമുട്ടി. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആഞ്ചലോട്ടി കാര്യങ്ങൾ ഒരുക്കുകയായിരുന്നു. പിന്നെ വേൾഡ് കപ്പിന് മുന്നോടിയായിട്ട് മാറക്കാനയിൽ ഒരു കളി കളിച്ചു. പനാമയ്ക്കെതിരെ ആണെങ്കിലും അത് മാറക്കാനയിൽ ആരാധകരോട് വിട പറയാൻ വേണ്ടിയിട്ട്, വൈകാരികമായ നിമിഷങ്ങൾ സമ്മാനിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ കളിയാണ്. അത് കഴിഞ്ഞ് ഇൻ സ്റ്റൈൽ അവർ USA പറന്നിറങ്ങി. അവിടെ അവരിതാ ഈജിപ്തിനെ തോൽപ്പിച്ചിരിക്കുന്നത്. എന്തിന്? മൊറോക്കോയാണ് വേൾഡ് കപ്പിലെ ആദ്യ എതിരാളികൾ. മൊറോക്കോയോട് സിമിലാരിറ്റിയുള്ളൊരു ടീമിനോട് ഏറ്റുമുട്ടി. സോ വെൽ പ്ലാൻഡ്, വെൽ പ്രിപ്പയർഡ് ആഞ്ചലോട്ടിയുടെ ബ്രസീലിൽ വരുന്നു. ആഞ്ചലോട്ടി ബ്രസീൽ ടീമിൻ്റെ കോച്ചായിട്ട് 12 മത്സരങ്ങൾ, അതിൽ 7 വിജയങ്ങളാണ്, 2 സമനില, 3 തോൽവികൾ, 63.9% വിന്നിംഗ് റേറ്റ്. അദ്ദേഹത്തിൻ്റെ വിന്നിംഗ് റേറ്റ് വർദ്ധിക്കുന്നു. 26 ഗോളുകളാണ് ഈ 12 കളികളിൽ നിന്ന് ബ്രസീൽ ടീം നേടിയതെങ്കിലും 11 ഗോളുകളാണ് തിരികെ കൺസീഡ് ചെയ്തത്. 5 ക്ലീൻ ഷീറ്റുകൾ ഉണ്ടായിരുന്നു. 38 ബിഗ് ചാൻസുകൾ ടീം ആകെ ഉണ്ടാക്കിയെടുത്തു. 11 ബിഗ് ചാൻസുകളാണ് കൺസീഡ് ചെയ്തത്. ഓരോ ഗോളിലേക്കും വഴിവെച്ചത് 6.4 ഷോട്ടുകളാണ്. 10.5 ഷോട്ട് പെർ ഗോൾ കൺസീഡഡ് ഉണ്ട്. 57.3% പൊസിഷനും. നെക്സ്റ്റ് സ്റ്റോപ്പ് വേൾഡ് കപ്പാണ്. ബ്രസീൽ ഒരുങ്ങിക്കഴിഞ്ഞു. ആഞ്ചലോട്ടിയുടെ ബ്രസീൽ അദ്ദേഹം തന്നെ പറയും പോലെ ഏത് എതിരാളിയോടും മുട്ടാൻ കോമ്പറ്റിറ്റീവായ ടീമാണിത്. ശരിയാണ്, അവിടെ ഇവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും ഒരു ടീം എന്ന നിലയിൽ ഒത്തൊരുമിച്ചൊരു സ്പിരിറ്റോടെ ബ്രസീൽ കളിച്ചാൽ ഹെക്സ എന്നുള്ളത് വെറുമൊരു സ്വപ്നമാവില്ലെന്നുറപ്പാണ്. ആഞ്ചലോട്ടി ചരിത്രം കുറിക്കുമോ? ബ്രസീലിനെ വേൾഡ് കപ്പിലേക്ക് എത്തിക്കുന്ന ചരിത്രത്തിലെ ആദ്യത്തെ വിദേശ കോച്ചായി മാറുമോ? ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എഴുതാം.